നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒന്നും നീക്കിവെക്കാതിരുന്നത്? കേരളത്തോട് എന്തെങ്കിലും പ്രത്യേക വിരോധമുണ്ടോ? കാരണം കേരളത്തിൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJPക്ക് ചില സാധ്യതകളൊക്കെ കേരളത്തിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ വലിയൊരു വിഹിതം നീക്കിവെച്ചാൽ കേരളീയരാകെ സന്തോഷിപ്പിക്കുകയും കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളെ വലിയ കാര്യമായി തന്നെ പരിഗണിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പരത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ BJPക്ക് തെരഞ്ഞെടുപ്പിൽ നേട്ടവും ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ BJP സർക്കാർ അത് ചെയ്യാതിരുന്നത്? അതിന് പിന്നിൽ ചില കളികളുണ്ട്, ചില ഹിഡൻ അജണ്ടകളുണ്ട്. കാരണം കേന്ദ്രത്തിലെ BJP സർക്കാർ കേരളത്തിന് വാരിക്കോരി നൽകിയാൽ എന്താണ് സംഭവം? ജനങ്ങൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും BJPയോട്, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾ ഒരു 5-6 പേർ ജയിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും അവർ പ്രകടിപ്പിക്കുക. അല്ലെങ്കിൽ BJPയുടെ സാധ്യതകൾ കേരള സമൂഹത്തിൽ കൂടും. 5-6 MLA-മാർ BJPക്ക് ഉണ്ടാവും. അങ്ങനെ BJP ഒരു വലിയ ശക്തിയായി കേരളത്തിൽ വളരും. അതിനുള്ള സാധ്യതയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എന്നാൽ കേരളത്തിൽ BJP അങ്ങനെ വളരണ്ട എന്നൊരു ആഗ്രഹം കേന്ദ്ര സർക്കാരിനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ BJP ഇപ്പോൾ പിടിക്കുന്ന വോട്ട് CPM-ന്റെ വോട്ടുകളാണ്. CPM-ന്റെ വോട്ടുകൾ പിടിച്ചെടുത്താണ് BJP തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടുന്നതും അവിടെ MLA-മാർ ഉണ്ടാകുന്നതും. അപ്പോൾ CPM-ന്റെ വോട്ടുകൾ BJP വലിയ തോതിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ CPM പരാജയപ്പെടും. വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM ഇടതുമുന്നണി കേരളത്തിൽ പരാജയപ്പെടരുതെന്ന് മോദിയും BJPയും ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിൽ ഒരു കോൺഗ്രസ് UDF സർക്കാർ വരരുതെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയും നരേന്ദ്രമോദിയുടെയും ആഗ്രഹം. അത് മറ്റൊന്നും കൊണ്ടല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിന് അതൊരു ഉണർവുണ്ടാക്കും. ഒരു പുതിയ സംസ്ഥാനത്തൂടെ ഭരണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വലിയൊരു ഉണർവ് അതുണ്ടാക്കും, വലിയൊരു ചൈതന്യം ഉണ്ടാക്കും. ഇത് ശരിയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു ഊർജം ലഭിക്കാൻ എന്തിനാണ് തങ്ങളായിട്ട് ഒരു വഴി തുറന്നു കൊടുക്കുക? അതുകൊണ്ട് കേരളത്തിൽ അടുത്ത തവണയും പിണറായി ഭരിക്കട്ടെ, 3-ാം തവണയും പിണറായി ഭരിക്കട്ടെ. BJPക്ക് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് 5-6 MLA-മാരുണ്ടാക്കിയാൽ അവിടെ UDF ഭരിക്കും, കോൺഗ്രസ് ഭരിക്കും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വരും. എന്തിനാണ് അതിനൊരു അവസരം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഈ വോട്ടെല്ലാം ഇടതുമുന്നണിക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ CPM-ന് ചെയ്യട്ടെ. അങ്ങനെ CPM വീണ്ടും അധികാരത്തിൽ വരട്ടെ, പിണറായി 3-ാം തവണയും മുഖ്യമന്ത്രി ആകട്ടെ. എങ്കിൽ കേരളത്തിൽ ഇത്തവണ ഭരണം ലഭിച്ചെങ്കിൽ ഇവിടെ കോൺഗ്രസും UDF-ഉം അവസാനിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ അവസാനിക്കുമ്പോൾ മാത്രമേ BJPക്ക് ഇവിടെ വലിയ തോതിൽ പ്രതീക്ഷയ്ക്കും രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനും കഴിയുള്ളൂ. അല്ലാതെ കോൺഗ്രസ് സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നിരിക്കട്ടെ, BJPക്ക് പിന്നെ വലിയ റോൾ ഇവിടെ ഇല്ല. കാരണം കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതൃനിര BJPക്ക് വലിയ ഉന്നം വയ്ക്കാൻ കഴിയാത്തവരാണ്. കാരണം വെച്ചാൽ ഇവിടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെല്ലാവരും, ആര് മുഖ്യമന്ത്രി ആയാലും അത് കോൺഗ്രസിലെ ഹിന്ദു മതത്തിലെ സവർണ സമുദായത്തിൽ നിന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ സവർണ സമുദായങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് വീണ്ടും ലഭിക്കും. അങ്ങനെ അപ്പോൾ BJPക്ക് ഉണ്ടാകുന്ന ഒരു ഇടിവ് അവർ കാണുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രി വരാതിരുന്നാൽ വീണ്ടും ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഒരു അസംതൃപ്തി ഉണ്ടാകും. ആ അസംതൃപ്തിയെ മുതലെടുക്കാമെന്ന് BJP കരുതുന്നുണ്ട്. അങ്ങനെയാണ് പിണറായി വിജയനും CPM-ഉം ഒരിക്കൽ കൂടി ഭരിക്കട്ടെ, ഒരു കുഴപ്പവുമില്ല. അടുത്ത തവണ 2026 തെരഞ്ഞെടുപ്പിൽ 3-ാം തവണ പിണറായി ഭരിക്കട്ടെ, അതാണ് നമ്മൾക്ക് നല്ലത് എന്ന് BJP വിചാരിക്കുന്നുണ്ടാകണമെന്നാണ് പലരും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു 500-1000 കോടി രൂപ പദ്ധതികൾ നീക്കിവെക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ബഡ്ജറ്റിൽ. പക്ഷെ മനഃപൂർവ്വം അവർ ചെയ്യാറുന്നത് BJP സർക്കാർ എന്തെങ്കിലും കൊടുത്ത് BJPക്ക് ഒരു ഹൈപ്പ് കേരളത്തിൽ ഉണ്ടാക്കിയാൽ BJP പിടിക്കുന്ന വോട്ടുകൾ CPM-ന്റെ വോട്ടുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ഗുണം ചെയ്യുക കോൺഗ്രസിനായിരിക്കും എന്നാണ് BJP നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ തന്ത്രപരമായി കേരളത്തെ അവഗണിച്ചു എന്ന് വരുത്തിയത്. അങ്ങനെ 3-ാം തവണയും പിണറായിയെ കയറ്റാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒന്നും നീക്കിവെക്കാതെ ഒരു കളി കളിച്ചതാണ് BJP എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.